രാഹുൽ, തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അകത്തേക്ക് കയറാൻ സാധിച്ചിട്ടുണ്ടോ? ഫയർഫോഴ്സിനെ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് തീ നിയന്ത്രണ വിധേയമാക്കി ഇതിനുള്ളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുകി വീഴുന്നത് കാണാം, ദൃശ്യങ്ങൾ കാണാം. ഒന്നാം നിലയിൽ നിന്ന് പുകി വീഴുന്നത് ആ തീ കൂടി അടയ്ക്കുക എന്നുള്ളതാണ് ഫയർഫോഴ്സിന് മുന്നിലുള്ള ദൗത്യം. എന്തായാലും തീ നിയന്ത്രണ വിധേയമായി ആശ്വാസകരമായ വാർത്തയാണ് നിലവിൽ ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. കാരണം ഈ താരത്തെ ദൃശ്യങ്ങൾ കാണാം എത്രമാത്രം കത്തി അമർന്നിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഈ കാണുന്ന പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങൾ പോലും കത്തി നശിച്ചിട്ടുണ്ട്. അതായത് അകത്തുണ്ടായ തീ പിന്നീട് പുറത്തേക്ക് പടർന്നു പിടിച്ചുകൊണ്ടാണ് ഈ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും തൊട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ കാണാം പുക ഉയരുന്നുണ്ട്. അതായത് ഈ കാണുന്ന ആ വലതുവശം ദൃശ്യങ്ങൾ കാണാം. അഗ്നിരക്ഷാസേന ആ പടിക്കെട്ടിലൂടെയാണ് കയറുന്നത്. അപ്പം ഈ അകത്തേക്ക് കയറിയത്, അതായത് താഴത്തെ നിലയിൽ കയറിയത് ചില്ല് തകർത്തുകൊണ്ടാണ്. അപ്പോൾ താഴത്തെ നിലയിൽ ചില്ല് തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് പ്രവേശിച്ച് തീ അണയ്ക്കാൻ, അതായത് തീ നിയന്ത്രണ വിധേയമാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഫോം ചെയ്തതിൻ്റെ ബാക്കി ഇവിടെ കാണാം. എന്തായാലും തൊട്ട് മുകളിലത്തെ നിലയിൽ നിന്ന് പുക വരുന്നുണ്ട്. അതായത് ഉള്ളിൽ തീ ഇപ്പോഴും പടർന്നു പിടിക്കുന്നുണ്ട്. അത് പൂർണ്ണമായി കെടുത്തുക, അത് ശാസ്ത്രീയമായി കെടുത്തുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ അതിന് മുന്നിലുള്ളത്. എന്തായാലും ദൃശ്യങ്ങളിൽ ആശ്വാസകരമായ കാര്യമാണ് പങ്കുവയ്ക്കാനുള്ളത്. അത് തീ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ്. എങ്കിലും ഉള്ളിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഈ ചില്ലിനുള്ളിലേക്ക് കാണാൻ കഴിയും. അതായത് പൂർണ്ണമായി ഈ താഴത്തെ നിലയിലുള്ള സാധനങ്ങൾ പൂർണ്ണമായി കത്തി നശിച്ചു എന്ന് തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇവിടെ അഗ്നിരക്ഷാസേനയുടെ ഏതാണ്ട് 10 യൂണിറ്റുകൾ ഈ സ്ഥലത്തിപ്പോൾ സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. മുകളിലത്തെ നില കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതായത് ഈ പടിക്കെട്ടിലൂടെ പ്രവേശിച്ച് ആളുകൾ ഈ തീ അണയ്ക്കുകയാണ്. തീപിടുത്തമുണ്ടായ ദൃശ്യങ്ങളാണ് നേരത്തെ ഉണ്ടായ ദൃശ്യങ്ങളും ഇപ്പോഴത്തെ അവസ്ഥയുമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളിൽ. രാഹുൽ, എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്ന് മറ്റും വ്യക്തമായിട്ടുണ്ടോ? രശ്മി, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നതേ ഉള്ളൂ. ഏതായാലും ഈ പറയുന്നത് പോലെ ഇപ്പോൾ ഈ അഗ്നിരക്ഷാസേനയുടെ മുന്നിലുള്ള ദൗത്യം അത് നമുക്ക് കുറച്ചുകൂടി വ്യക്തമായി കാണാം. ഈ വശത്ത് നിന്ന് പുക വരുന്നത് കാണാം. അതായത് ഇപ്പോഴും തീ, അതായത് മുകളിലത്തെ നിലയിൽ തീയുടെ സാന്നിധ്യം കാണാം. അതായത് ആളി കത്തുന്നുണ്ട് ഏറ്റവും മുകളിലത്തെ നിലയിൽ. അതായത് നമ്മളിപ്പോൾ കണ്ട ഈ കോംപ്ലക്സിലെ ഈ പറയുന്ന ഷോറൂമിന്റെ കോംപ്ലക്സിലെ ഏറ്റവും മുകളിൽ തീ ഇപ്പോഴും കത്തുന്നതിന് ദൃശ്യം കാണാം. അതായത് അടിയിൽ നിന്ന് കത്തി മുകളിലേക്ക് പോകുന്ന തീനാളങ്ങൾ കാണാം. അതായത് അത് അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് ഇപ്പോൾ മുന്നിലുള്ള ദൗത്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുറത്തേക്ക് കാണുന്ന രീതിയിൽ, അല്ലെങ്കിൽ ആദ്യം കണ്ട ആ ദൃശ്യം അത് വലിയ വ്യാപകമായി തീ പിടിച്ച ദൃശ്യമായിരുന്നു. അതെന്തായാലും അവർക്ക് ഒഴിവാക്കാൻ കഴിഞ്ഞു. ഈ താഴത്തെ നിലയിലുള്ള തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞു. അപ്പോഴും ദൃശ്യങ്ങൾ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. മുകളിലത്തെ നിലയിൽ, അതായത് ഒന്നാം നിലയിൽ നിന്ന് തീ ആളിപ്പടർന്ന് മുകളിലേക്ക് പതിക്കുന്ന ദൃശ്യം കാണാം. അതാണ് ഇനി അഗ്നിരക്ഷാസേനയ്ക്ക് അണയ്ക്കേണ്ടത്. അതിനുവേണ്ടി ഇപ്പോൾ ഒന്നാം നിലയിലേക്ക് ഈ കോംപ്ലക്സിന്റെ പടിക്കെട്ട് വഴി അവർക്ക് പോകാൻ കഴിയുന്നുണ്ട്. ഏറ്റവും ആദ്യം ഈ താഴത്തെ നിലയിൽ പ്രവേശിക്കാൻ അത് ശ്രമകരമായ ദൗത്യമായിരുന്നു. കാരണം ഈ ചില്ലുകൾ തകർത്തുകൊണ്ടാണ് പുറത്തുള്ള തീ അണച്ച് ഫോം ചെയ്ത ശേഷം ചില്ലുകൾ തകർത്താണ് ഈ കെട്ടിടത്തിനുള്ളിലേക്ക് പ്രവേശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട ആ കാരണം ഇനി എന്താണ് എന്നുള്ളത് കൃത്യമായി അറിയേണ്ടിയിരിക്കുന്നുവെങ്കിലും ഇപ്പോൾ എന്തായാലും തീ അണയ്ക്കാനുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. ഈ താഴത്തെ നിലയിലെ തീയാണോ രാഹുൽ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചിട്ടുള്ളത്? കാരണം 2 സെക്ഷനുകളായിട്ടായിരിക്കും ഒരുപക്ഷെ ഉണ്ടാവുക വാഹനങ്ങളൊക്കെ. അപ്പോൾ എവിടെയാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുള്ളത്? ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മുകളിലാണ് ഈ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് എത്താൻ ഈ ഫയർഫോഴ്സ് യൂണിറ്റിന് സാധിക്കുമോ? കാരണം ഗ്ലാസ് ഡോർ തകർത്തൊക്കെയാണ് അകത്തേക്ക് കയറിയിട്ടുള്ളത്. അത് താഴത്തെ നിലയിലാണ് ഈ ഗ്ലാസ് മുറിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയെങ്കിൽ മുകളിലത്തെ നിലയിൽ കയറാൻ അവർക്ക് ശ്രമം നടത്താനുള്ള വഴികളുണ്ട്. കാരണം പടിക്കെട്ടുമുണ്ട്. ആ പടിക്കെട്ടിൽ നിന്ന് ഫോം ചെയ്തുകൊണ്ടാണ് ഇവർക്ക് അകത്തേക്ക് കയറുന്നത്. ഇത്തരത്തിൽ താഴത്തെ നിലയിൽ പ്രവേശിച്ചതുപോലെയുള്ളൊരു ബുദ്ധിമുട്ട് മുകളിലില്ല എന്ന് തന്നെയാണ് പറയുന്നത്. എങ്കിൽ പോലും എന്തൊക്കെ സാധനങ്ങൾ മുകളിലുണ്ട്, ആളി കത്താൻ സാധ്യതയുള്ള സാധനങ്ങളുണ്ടോ എന്നുള്ള പരിശോധന കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് താഴത്തെ നിലയിൽ എപ്പോഴും നമ്മൾ ഷോറൂമിൽ കാണുന്നത് പോലെ ആളുകൾക്ക് ഇരിക്കാനുള്ള കസേരയും പിന്നെ കുറച്ച് വണ്ടികളും, അതായത് ഈ ഷോറൂമിന്റെ മുന്നിൽ വെക്കുന്ന മോഡൽ വണ്ടികൾ മാത്രമാണുള്ളത്. ഈ മുകളിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ വാഹനങ്ങളൊപ്പം ഈ വാഹനത്തിന്റെ സ്പെയർ പാർട്സ് ഉൾപ്പെടെയുള്ളവ അവിടെ ഉണ്ടാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്താണ് തീ പിടിച്ചത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം സ്പെയർ പാർട്സുകളുണ്ട്, എഞ്ചിൻ ഓയിലിന്റെ ശേഖരമുണ്ട് എന്നുള്ളത്, ഈ ഇന്ധനം ഉൾപ്പെടെയുള്ളവയുണ്ടോ എന്നുള്ള പരിശോധന നടത്തിയ ശേഷം മാത്രമേ ഇവർക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാനാകൂ എന്നുള്ളത് തന്നെയാണ്. കാരണം ഇത് ശാസ്ത്രീയമായി അണയ്ക്കുക എന്നുള്ളതാണ്. കാരണം ഇത്ര മണിക്കൂർ കഴിഞ്ഞിട്ടും മുകളിൽ തീ അണയ്ക്കാൻ കഴിയാത്തത് താഴെ എത്ര വ്യാപകമായി തീ പിടിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതായത് താഴെ എത്രമാത്രം തീ പിടിച്ചത് കൊണ്ട് അത് ചില്ല് തകർത്തുകൊണ്ടാണ് ഈ 6 യൂണിറ്റ് അഗ്നിരക്ഷാസേനയ്ക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഈ പറയുന്നത് പോലെ മുകളിലത്തെ നിലയിലേക്ക് എത്താൻ അവർക്ക് സാധിക്കില്ല. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക്
മുകളിലേക്ക്, അതായത് ആ മുകളിലത്തെ ഭിത്തിയിലേക്ക് അവർക്ക് പ്രവേശിക്കുന്ന ഇടത്തിലേക്ക് അവർ അഗ്നിരക്ഷാസേന തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ആദ്യം വെള്ളമൊഴിക്കുന്നു. വെള്ളമൊഴിച്ച ശേഷം ഫോം ചെയ്തുകൊണ്ടായിരിക്കും അവർ കയറുക. അവർക്ക് ആകെ താഴെ നിന്ന് മുകളിലേക്ക് കയറുന്ന വഴിയിലേക്കുള്ള ഒരു ദ്വാരം കാണാം. ആ ദ്വാരത്തിലൂടെയാണ് അവർ ഈ വെള്ളമൊഴിച്ച ആ പ്രദേശത്ത് നടന്ന് കയറാൻ സാധിക്കുന്ന പ്രദേശത്തെ തീ അണയ്ക്കുന്നത്. അപ്പോഴും ദൃശ്യങ്ങളിൽ കാണാം, കാരണം ഇത് താഴത്തെ നിലയാണ്. അതായത് 1-ാം നിലയുടെ ഏറ്റവും പുറകു ഭാഗമാണ്. അവിടെ പോലും എത്രമാത്രം വ്യാപകമായി തീ പിടിച്ചു എന്നുള്ളത് നമുക്ക് കാണാം. കാരണം തീയുടെ ഉറവിടം അത് എവിടെ നിന്നാണ് തീ പടർന്നത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തതയില്ലെങ്കിൽ പോലും നോക്കൂ, ഈ പുറകിലത്തെ ഭാഗത്ത് ഇത്രമാത്രം മുകളിലേക്ക് നോക്കിയാൽ ആ ഷീറ്റിൻ്റെ മുകളിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാം ഇത്രമാത്രം കത്തി നശിച്ച് അടർന്നു പോയിരിക്കുന്നത്, തൊട്ടുമുന്നിൽ അടർന്നു പോയിരിക്കുന്നത് കാണാം. എന്തായാലും അത് തന്നെയാണ് തൊട്ടിപ്പുറത്ത് സർവീസ്, അതായത് വണ്ടികൾ സർവീസ് ചെയ്യുന്ന ഇടമാണ്. നമുക്ക് ആ സർവീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ കാണാം. അപ്പോൾ അതെല്ലാം പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. ഈ പ്രദേശത്താകെ ഫോം ചെയ്തുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും താഴത്തെ നില പൂർണ്ണമായും കത്തി നശിച്ചു അല്ലേ? ഫോമിംഗ് നടക്കുകയാണ്. ആദ്യം വെള്ളം അതെ പൂർണ്ണമായും കത്തി നശിച്ചു. ഇതിന്റെ പ്രവർത്തനക്ഷമത എന്തായാലും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. തൊട്ട് വലതുവശത്ത്, അതായത് ഈ കാണുന്ന പ്രദേശത്തിന്റെ വലതുവശത്ത് വാഹനങ്ങളുമുണ്ട്. ഒരു പക്ഷേ സർവീസിന് എത്തിച്ച വാഹനങ്ങളാകാം. ആ വാഹനങ്ങൾ വശത്തേക്ക് ഒതുക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ആ വാഹനങ്ങളും കാണാം. എന്തായാലും ഇപ്പോൾ ഇവിടെ ഫോമിംഗ് നടക്കുകയാണ്. ചെറുത് മുകളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. അതെ ഈ സുരക്ഷാ പ്രശ്നമുണ്ട്. നമുക്ക് ക്യാമറ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. കാരണം തൊട്ട് മുകളിൽ തീ പിടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് അടർന്നു വീഴുമോ എന്നുള്ള ഒരു ആശങ്കയും അവർ പങ്കുവയ്ക്കുന്നുണ്ട്. എന്തായാലും അത് നോക്കൂ, തൊട്ട് മുകളിലേക്ക് മുകളിൽ നിന്നും ഒരേ സമയം മുകളിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. നമ്മൾ തീ കണ്ട പ്രദേശത്തേക്ക്, അതായത് നേരത്തെ തീ ഉണ്ടായിരുന്നു എന്ന് കണ്ട പ്രദേശത്ത് ആ പ്രദേശത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. അതിനുശേഷം അതായത് നമുക്ക് പുറത്തു നിന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ തീ അണഞ്ഞ ശേഷം ഉള്ളിലേക്ക് കയറാനുള്ള ഒരു വഴി നോക്കുകയാണ് അഗ്നിരക്ഷാ സേന. കാരണം ഈ തീ ഒഴിക്കുന്ന പ്രദേശത്ത് ആ മോൾട്ട് ഷീറ്റിലൊക്കെ അടർന്നു പോയ ഭാഗം കാണാം. അതായത് മോൾട്ട് ഷീറ്റിന്റെ പല ഭാഗവും അടർന്നു പോയിട്ടുണ്ട്. അതായത് ഈ 1-ാം നിലയിൽ പടർന്ന തീ അത് ആളി മുകളിലേക്ക് എത്തുകയും ഈ ഷോറൂമിന്റെ ഏറ്റവും മുകളിലുള്ള മേൽക്കൂര അതെല്ലാം അടർന്നു പോയ രീതിയിലുള്ള ഭാഗം കാണാം. അവിടേക്ക് വെള്ളം ഒഴിക്കുകയാണ്. ഒരേ സമയം താഴെ നിന്ന് ഫോം ചെയ്യുന്നു. തൊട്ടിപ്പുറത്ത് മുകളിൽ നിന്ന് വെള്ളം ഒഴിച്ചുകൊണ്ട് തീ അണയ്ക്കുകയാണ്. എന്തായാലും ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ തീനാളങ്ങളില്ല. കാരണം അത്രമാത്രം ശക്തിയിൽ ആ പ്രദേശത്തേക്ക് വെള്ളം ഒഴിക്കുകയാണ്. താഴെ ഇപ്പോൾ നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും ഒരു പ്രശ്നം, തൊട്ട് മുകളിലത്തെ നില കത്തി പിടിച്ചതുകൊണ്ട് തന്നെ ഈ മുകളിലുള്ള, അതായത് 1-ാം നിലയുടെ മേൽക്കൂര അത് അടർന്ന് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തീനാളങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവർക്ക് പ്രവേശിക്കാനാകും എന്നുള്ള ഒരു ദൗത്യത്തിലാണ് അവരുള്ളത്. കാരണം താഴെ നിന്ന് ഫോം ചെയ്ത് മുകളിലേക്ക് ഫോം ചെയ്യുന്നു, ഒപ്പം മുകളിൽ നിന്ന് താഴേക്ക് വെള്ളം ഒഴിക്കുന്നു. ഇനി എന്താണ് കത്തി പിടിച്ചത്, ഏതൊക്കെയാണ് ഉള്ളിലേക്ക് ചെന്നുകൊണ്ട് ഈ തീ അണയ്ക്കാൻ സഹായിക്കേണ്ടത് എന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് അവർക്ക് മുന്നോട്ടുള്ള ദൗത്യം. എന്തായാലും